പാലക്കാട് മണ്ണാർക്കാട്ടെ AIYF നേതാവ് ഷാഹിനയ്ക്ക് എന്താണ് സംഭവിച്ചത്? യുവതി ആത്മഹത്യ ചെയ്ത കേസിൽ പല സംശയങ്ങളും ദുരൂഹതകളുമുണ്ട്. ഷാഹിനയുടെ മരണത്തിൽ CPI നേതാവിന് പങ്കുണ്ടോ? എന്തായിരുന്നു ഇവർ തമ്മിലുള്ള ബന്ധം? CPI നേതാവായ സുഹൃത്ത് മൂലമുണ്ടായ സാമ്പത്തിക ബാധ്യതയാണ് ആത്മഹത്യക്ക് കാരണമെന്ന് കുടുംബം ആരോപിക്കുന്നു. സുഹൃത്തിനെതിരെ CPI ജില്ലാ സെക്രട്ടറിക്ക് കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. ഇയാളുടെ പങ്കിനെക്കുറിച്ച് പോലീസ് അന്വേഷിക്കണമെന്നാണ് ഭർത്താവ് സാദിഖിന്റെ ആവശ്യം. AIYF ജില്ലാ കമ്മിറ്റി അംഗവും മണ്ണാർക്കാട് മണ്ഡലം ജോയിന്റ് സെക്രട്ടറിയുമായിരുന്ന ഷാഹിനയെ തിങ്കളാഴ്ച രാവിലെയാണ് വടക്കുമണ്ണത്തെ വാടക വീട്ടിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. വീട്ടിൽ കഴിഞ്ഞ ദിവസം ഫോറൻസിക്, വിരലടയാള വിദഗ്ധർ എന്നിവർ ഉൾപ്പെട്ട സംഘം വിശദമായ പരിശോധന നടത്തി. ആത്മഹത്യയെന്നാണ് പോലീസ് നിഗമനം എങ്കിലും ഇതിന്റെ കാരണം എന്ത് എന്ന് വ്യക്തമല്ല. പോലീസ് അന്വേഷണം തുടരുന്നതിനിടയിലാണ് ഗുരുതരമായ ആരോപണവുമായി ഭർത്താവ് സാദിഖ് രംഗത്തെത്തിയത്. വിദേശത്തായിരുന്ന സാദിഖ് കഴിഞ്ഞ ദിവസമാണ് നാട്ടിൽ എത്തിയത്. മണ്ണാർക്കാട്ടെ CPI നേതാവായ ആൺ സുഹൃത്തിന്റെ അമിതമായ ഇടപെടലിലൂടെ ഷാഹിനയ്ക്ക് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടായിട്ടുണ്ടെന്ന് സാദിഖ് ആരോപിക്കുന്നു. തന്റെ കുടുംബസ്വത്ത് വിറ്റുകിട്ടിയ പണം ഉപയോഗിച്ചാണ് ബാധ്യത തീർത്തത്. ഇതിനുശേഷം വ്യക്തിഗത വായ്പയും എടുത്തിരുന്നു. സാമ്പത്തിക ബാധ്യതയാണ് ആത്മഹത്യക്ക് കാരണമെന്നും തങ്ങൾ തമ്മിലുള്ള പ്രശ്നം കാരണം ഷാഹിന ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലെന്നും സാദിഖ് പറഞ്ഞു. സുരേഷ് കൈതച്ചിറ എന്ന് പറയുന്ന ആള് കൂടുതലായിട്ട് ഇവരുടെ കാര്യങ്ങൾ ഇടപെടൽ തുടങ്ങിയതിനു ശേഷം 2 വർഷമായിട്ട് ഞങ്ങൾ തമ്മിൽ പല സ്വരച്ചേർച്ചകളും അതുപോലെ എന്റെ കാര്യങ്ങളിൽ ഇടപെടാൻ പാടില്ല എന്നുള്ളൊരു വിഷയത്തെ എന്നോട് അവതരിപ്പിച്ചിരുന്നു. അപ്പൊ ഞാനിത് പാർട്ടിയിലുള്ള ആളുകളുമായിട്ടും AIYFന്റെ ആളുകളുമായിട്ടാണ് ഇവള് ഈ ഒരു പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ CPIന്റെ അപ്പൊ അതിലുള്ള ആളുകളായിട്ട് ഞാനിവിടെ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായിട്ട് സംസാരിച്ചപ്പോഴും ഇവന് സുരേഷ് കൈതച്ചിറ അറിയുന്ന ആളുകള് കൂടുതലായിട്ട് ഇവളെ സാമ്പത്തികമായ വലിയൊരു ഇടപാടിലും അതുപോലെ ഇവളെ കൊണ്ടു നടക്കുന്ന ഒരു അവസ്ഥയിൽ പല രൂപത്തിലും പലരും കൂട്ടത്തിലുള്ള ആളുകൾ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഒരു പ്രേരണ മുഖേന അതിൽ ഇവര് പിന്മാറുകയോ അതുപോലെ സാമ്പത്തികമായ എന്തോ ഒരു ഇടപാടിന്റെ ഒരു വലിയൊരു സാമ്പത്തിക ബാധ്യത കാരണമാണ്. സംഭവത്തിൽ 6 മാസം മുമ്പ് CPI ജില്ലാ സെക്രട്ടറിക്ക് പരാതി നൽകിയിരുന്നതായും സാദിഖ് പറഞ്ഞു. യുവതിയുടെ ആത്മഹത്യയെ തുടർന്ന് ഇയാൾ വീണ്ടും പരാതി നൽകിയിട്ടുണ്ട്. പോലീസിനും ഇത് സംബന്ധിച്ച് മൊഴി നൽകി. ഷാഹിനയുടെ ഫോൺ, ഡയറി എന്നിവ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇവർ ജോലി ചെയ്തിരുന്ന വെളിച്ചെണ്ണ വിപണന സ്ഥാപനവുമായി ബന്ധപ്പെട്ടും വിവരങ്ങൾ ശേഖരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ന്യൂസ് 18 പാലക്കാട്.